ഹലോ, നമ്മൾ ഇന്ന് അടിപൊളി ഒരു ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. മനുഷ്യരും കമ്പ്യൂട്ടറുകളും തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്നും ആശയവിനിമയം നടത്തുന്നതെന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു രഹസ്യത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഈ സാങ്കേതിക വിദ്യകളെല്ലാം വളരെ ലളിതമായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു അവതരണം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആധുനിക പോയിന്റിംഗ് ഡിവൈസുകളും ടച്ച് ഇന്റർഫേസുകളുമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇതൊരിക്കലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ ഫിസിക്കൽ ലോകത്ത് നിന്ന് ഡിജിറ്റൽ ലോകത്തേക്ക് നമ്മൾ എങ്ങനെയാണ് കടക്കുന്നത്? അതായത് നമ്മുടെ വിരലുകളുടെ ഒരു ചെറിയ അനക്കത്തെ കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് അതിനുള്ള കമാൻഡുകളായി മനസ്സിലാക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ ചലനം എങ്ങനെയാണ് സ്ക്രീനിൽ വലിയ മാറ്റങ്ങളായി മാറുന്നത്? ഇതിനു പിന്നിൽ വർക്ക് ചെയ്യുന്ന ചില പ്രത്യേക ഉപകരണങ്ങളുണ്ട്. ആ ഡിവൈസുകളുടെ കിടിലൻ പരിണാമമാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ക്ലാസ് 4 ഇൻപുട്ട് ഡിവൈസുകൾ എന്ന കാറ്റഗറിയെക്കുറിച്ചാണ്. കേൾക്കുമ്പോൾ വലിയ ടെക്നിക്കൽ വാക്കാണെന്ന് തോന്നും, അല്ലേ? പക്ഷെ സംഭവം സിമ്പിളാണ്. പണ്ട് ഏതോ ഒരു പ്രത്യേക ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചിരുന്ന ടൂളുകളിൽ നിന്ന് ഇന്ന് നമ്മളെല്ലാവരും ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകളിലേക്കുള്ള മാറ്റം ഇതിലൂടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ താരം ജോയ്സ്റ്റിക്കുകൾ. ഗെയിമിംഗ് മുതൽ മെഡിക്കൽ ഫീൽഡിൽ വരെ ഇതിന്റെ ഉപയോഗമുണ്ട്. എന്താണ് സത്യത്തിൽ ഈ ജോയ്സ്റ്റിക്ക്? വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു ബേസിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന നേരെയുള്ളൊരു വടിയാണത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ സ്റ്റിക്ക് ഏത് ദിശയിലേക്കാണോ ചലിപ്പിക്കുന്നത് ആ ദിശയിലേക്ക് സ്ക്രീനിലെ കേഴ്സറും നീങ്ങും. ഇതൊരു ഇൻഡയറക്റ്റ് കൺട്രോളാണെന്ന് പറയാം. അതായത് നമ്മൾ നേരിട്ട് സ്ക്രീനിൽ തൊടുന്നില്ല, പകരം ഒരു സ്റ്റിക്കിന്റെ സഹായത്തോടെയാണ് നമ്മൾ കമ്പ്യൂട്ടറിന് കമാൻഡുകൾ നൽകുന്നത്. ഇതൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ 3 പ്രധാന ഭാഗങ്ങൾ നമുക്ക് കാണാം. 1, നമ്മൾ പിടിക്കുന്ന ആ ലംബമായ സ്റ്റിക്ക്. 2, അത് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ബേസ്. പിന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ട്രിഗറുകൾ. സ്റ്റിക്കിൽ കൊടുത്തിട്ടുള്ള ബട്ടണുകളെയാണ് നമ്മൾ ട്രിഗറുകൾ എന്ന് വിളിക്കുന്നത്. ഈ ട്രിഗറുകൾ അമർത്തുമ്പോഴാണ് ചില പ്രത്യേക ആക്ഷനുകൾ നടക്കുന്നത്, അല്ലേ? അതായത് സ്റ്റിക്കിന്റെ ചലനവും ഈ ബട്ടണുകൾ പ്രസ് ചെയ്യുന്നതും കൂടിച്ചേർന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കുന്നത്. ഇനി ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം പറയാം. ഈ ഉപകരണത്തിന്റെ തികച്ചും വ്യത്യസ്തമായ 2 ഉപയോഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു ഭാഗത്ത് വീഡിയോ ഗെയിമുകൾ കളിക്കാൻ നമ്മൾ ജോയ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് മെഡിക്കൽ ഫീൽഡിൽ, പ്രത്യേകിച്ച് അൾട്രാസൗണ്ട് സ്കാനിങ്ങിനും മറ്റും ഇതേ ജോയ്സ്റ്റിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നുണ്ട്. തികച്ചും വിനോദത്തിനു വേണ്ടി ഉപയോഗിക്കുന്നൊരു സാധനം മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വരെ ഉപയോഗിക്കുന്നു എന്നത് ശരിക്കും അമേസിംഗ് അല്ലേ? അടുത്തതായി നമുക്ക് ലൈറ്റ് പെൻ അഥവാ ലൈറ്റ് പേനകളെക്കുറിച്ച് നോക്കാം. കുറച്ചുകൂടി കൃത്യത വേണ്ട സ്ഥലത്താണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു പേനയുടെ ആകൃതിയിലുള്ള ഡിവൈസാണ്. പക്ഷേ മഷിയല്ല, പ്രകാശമാണ് ഇതിലെ താരം. പ്രകാശത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കിടിലൻ ഡിവൈസ്. നമ്മൾ സാധാരണ കടലാസിൽ എഴുതുന്നത് പോലെയുള്ള ആ ഒരു ഫീല് ഡിജിറ്റൽ സ്ക്രീനിലും കൊണ്ടുവരാൻ ഇതിന്റെ രൂപം നമ്മളെ സഹായിക്കുന്നു. വളരെ കൃത്യമായി പോയിന്റ് ചെയ്യാനും ഡിജിറ്റൽ ക്യാൻവാസിൽ വരയ്ക്കാനുമൊക്കെ ഇത് ബെസ്റ്റാണ്. ഇതൊക്കെ ഏതൊക്കെ പ്രൊഫഷണൽ ഫീൽഡുകളിലാണ് ഉപയോഗിക്കുന്നതെന്നറിയാമോ? ഒന്നാമതായി, CAD ഡിസൈൻ ചെയ്യുന്നവർക്ക് സ്ക്രീനിൽ നേരിട്ട് ഡിസൈനുകൾ വരയ്ക്കാൻ ഇത് വളരെ ഉപകാരപ്രദമാണ്. രണ്ടാമതായി, റെയിൽവേയിലും ഫ്ലൈറ്റ് ബുക്കിംഗ് കൗണ്ടറുകളിലുമൊക്കെയുള്ള ഏജന്റുമാർ തങ്ങളുടെ ജോലികൾ വേഗത്തിലാക്കാൻ ഇതുപയോഗിക്കാറുണ്ട്. പിന്നെ മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടർമാരും ഡെന്റിസ്റ്റുകളുമൊക്കെ അവരുടെ സ്ക്രീനുകളിൽ വളരെ കൃത്യമായി മാർക്ക് ചെയ്യാനും വിവരങ്ങൾ പരിശോധിക്കാനുമൊക്കെ ഈ ലൈറ്റ് പെൻ ഉപയോഗിക്കുന്നുണ്ട്. പലർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും. ഇനി നമ്മൾ വരുന്നത് ഇന്ന് നമുക്കെല്ലാവർക്കും ഏറ്റവും പരിചിതമായ ഒന്നിലേക്കാണ്. ടച്ച് സ്ക്രീനുകൾ. മനുഷ്യനും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഏറ്റവും ഡയറക്റ്റായ കണക്ഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റുണ്ട്. ജോയ്സ്റ്റിക്കും ലൈറ്റ് പെന്നുമൊക്കെ ഇൻപുട്ട് കൊടുക്കാൻ, അതായത് കമാൻഡുകൾ അയക്കാൻ മാത്രം ഉപയോഗിച്ചിരുന്ന ഡിവൈസുകളാണ്. എന്നാൽ ടച്ച് സ്ക്രീനിലേക്ക് വരുമ്പോൾ അത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചറാണ്. കാരണം നമുക്ക് വിവരങ്ങൾ കാണിച്ചു തരുന്ന ആ ഡിസ്പ്ലേയിൽ തന്നെ തൊട്ടുകൊണ്ട് നമുക്ക് തിരിച്ച് കമാൻഡുകൾ കൊടുക്കാം. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരൊറ്റ സ്ഥലത്ത് നിന്ന് നടക്കുന്നു. സാങ്കേതിക വിദ്യയിലെ വളരെ വലിയൊരു വിപ്ലവം തന്നെയായിരുന്നു ഇത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. സ്ക്രീനിൽ നേരിട്ട് തൊട്ടുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ ഇടനിലക്കാരായി സ്റ്റിക്കോ പേനയോ ഒന്നുമില്ല. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവ പ്രഷർ സെൻസിറ്റീവാണ്. അതായത് നമ്മുടെ വിരലുകൾ കൊടുക്കുന്ന ചെറിയൊരു മർദ്ദം തിരിച്ചറിഞ്ഞാണ് ഇവ പ്രവർത്തിക്കുന്നത്. മനുഷ്യനും ഡിജിറ്റൽ ലോകവും തമ്മിലുള്ള ഏറ്റവും നേരിട്ടുള്ള ഒരു ബന്ധമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ലിറ്ററലി കൺട്രോൾ മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിലാണ്. ഇന്ന് ടച്ച് സ്ക്രീൻ ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലുമാകില്ല, അല്ലേ? ബാങ്ക് ATMിൽ നിന്ന് കാശെടുക്കാൻ പോകുമ്പോഴും എന്തിന് നമ്മൾ എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുന്ന മൊബൈൽ ഫോണുകളിലും ടാബ്ലറ്റുകളിലുമെല്ലാം ഈ ടെക്നോളജിയാണുള്ളത്. പണ്ടെങ്ങോ വളരെ പ്രത്യേകമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയ ഈ സാങ്കേതിക വിദ്യ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ തന്നെ ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ജോയ്സ്റ്റിക്കിൽ തുടങ്ങി നമ്മൾ ടച്ച് സ്ക്രീൻ വരെ എത്തി. ഇനി എന്തായിരിക്കും ടച്ചിന്റെ ഭാവി? പുതിയ മാറ്റങ്ങൾ എന്തെല്ലാമായിരിക്കും?
ഒന്ന് ആലോചിച്ചു നോക്കൂ, വലിയൊരു സ്റ്റിക്ക് പിടിച്ച് തിരിച്ച് കമ്പ്യൂട്ടറിന് നിർദ്ദേശം നൽകിയിരുന്ന കാലത്തുനിന്ന് സ്ക്രീനിൽ വെറുതെ ഒന്ന് തൊടുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് ടെക്നോളജി വളർന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വരും കാലങ്ങളിൽ നമ്മുടെ ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഇനിയും എത്രത്തോളം നമ്മളോട് അടുക്കും? ഭാവിയിൽ ഒരുപക്ഷേ നമ്മൾ തൊടുക പോലും വേണ്ടാതെ നമ്മുടെ ചിന്തകളെ തന്നെ നേരിട്ട് വായിക്കാൻ കഴിയുന്ന ഇന്റർഫേസുകൾ വന്നാലോ? അതെ, അതിനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പുതിയ അറിവുകൾ നൽകിയെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. നന്ദി.